ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നുള്ളത് ഒരു വലിയ പേരാണല്ലേ, എന്നാലും പേടിക്കൊന്നും വേണ്ട, വലിയ പ്രയാസമൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. മനസ്സിലാക്കുക, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഒരു അഡ്വാൻസ്ഡ് ടെൻസ് ആണ്. ഓക്കെ, അതിൽ തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞുതരാം. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ചെയ്യുന്നത് പാസ്റ്റിനെ പ്രസൻറ്റുമായിട്ട് കണക്റ്റ് ചെയ്യാം. അതെങ്ങനെ എന്ന് വെച്ചാൽ, പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം പ്രസൻറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോഴാണ് നാം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. അതായത് പാസ്റ്റിൽ തുടങ്ങിയത് അതിങ്ങനെ നടന്ന് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ട് പ്രസൻറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഉദാഹരണം പറയാം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസൻറ്റ് പെർഫെക്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ല, പ്രസൻറ്റ് പെർഫെക്റ്റിനെ കുറിച്ചിട്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഐ ഹാവ് കുക്ക്ഡ് ഡിന്നർ. ഞാൻ ഡിന്നർ കുക്ക് ചെയ്തിട്ടുണ്ട്. പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്? അതിൻ്റെ റിസൾട്ടിലാണ് നാം ഫോക്കസ് ചെയ്യുക അല്ലേ? ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എന്താക്കണ്ട, ഇപ്പം ഇനി ഞാൻ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുക്ക് ചെയ്ത് കഴിഞ്ഞതാണ്, ഭക്ഷണം റെഡിയാണ്. ഓക്കെ, അതിൻ്റെ റിസൾട്ടിനാണ് നാം ഫോക്കസ് ചെയ്യുന്നത്. ഏത്? പ്രസൻറ്റ് പെർഫെക്റ്റിൽ. പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ക്ലാസ് കേട്ടവർക്ക് അത് വ്യക്തമായിട്ട് അറിയണ്ടാവും എപ്പോഴാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അതേ കാര്യം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഐ ഹാവ് ബീൻ കുക്കിംഗ് ഡിന്നർ. ഞാൻ ഡിന്നർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുക്ക് ചെയ്യാൻ പാസ്റ്റിൽ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? കുറച്ച് മുമ്പേ തുടങ്ങിയതാണ്. ഇപ്പം കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫോക്കസ് അതിൻ്റെ ആക്ടിവിറ്റിയിലാണ്. എന്താണ്? കുക്ക് ചെയ്യുക എന്നുള്ള ആ ആക്ടിവിറ്റിയിലാണ് ഫോക്കസ്. ഞാനിപ്പോഴും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റിൽ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റിൽ പാസ്റ്റിൽ കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഓക്കെ, ഐ ഹാവ് കുക്ക് ഡിന്നർ. ഞാൻ ഡിന്നർ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പാസ്റ്റിൽ കഴിഞ്ഞ കാര്യത്തിൻ്റെ റിസൾട്ടിലാണ് നാം മെയിൻ ഫോക്കസ് കൊടുക്കുന്നത്. ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പം ഇനി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ പാസ്റ്റിൽ തുടങ്ങിയ കാര്യമാണ്, അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ കുക്ക് ചെയ്യാൻ കുറച്ച് മുമ്പേ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് മെയിൻ വ്യത്യാസം. നിങ്ങൾക്കിത് ചെറിയ രീതിയിലൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി കുറച്ച് എക്സാമ്പിൾസൊക്കെ വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഓക്കെ, ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഹെൽപ്പിംഗ് വെർബായ ഹാവ് ബീനോ അല്ലെങ്കിൽ ഹാസ് ബീനോ, അതിനുശേഷം വേർബ് പ്ലസ് ING. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. എല്ലാ കണ്ടിന്യൂസ് ടെൻസിലും ING കാണും, വേർബിൻ്റെ കൂടെ ING കാണും. ഓക്കെ, അപ്പോൾ ഐ, യു, വി, ദേ എന്നീ സബ്ജക്റ്റിന് കൂടെ ഹാവ് ബീൻ ആണ്. ഹി, ഷീ, ഇറ്റ്, അതുപോലെ തന്നെ സിംഗുലറായ നൗൺസിൻ്റെ കൂടെ ഹാസ് ബീൻ ആണ്. ഓക്കെ, പ്ലൂറലായ സബ്ജക്റ്റ് ആണെങ്കിൽ ഉദാഹരണത്തിന് രാജു ആൻഡ് റാണി, രണ്ടാൾ വന്ന് പ്ലൂറലാണ്, അപ്പോൾ ഏതാ ഉപയോഗിക്കുക? ഹാവ് ബീൻ ആണ്. ഓക്കെ, മറ്റൊരു ഉദാഹരണം ഹി ഹാസ് ബീൻ ലേണിംഗ്. ഹി, ഷീ, ഇറ്റ് എന്നിവയുടെ കൂടെ ഹാസ് ബീൻ ആണ്. അതുപോലെ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഉദാഹരണത്തിന് രാജു ഹാസ് ബീൻ ലേണിംഗ്, രാജു ഒരാളാണ്. ഓക്കെ, ഇനി നമുക്ക് എപ്പോഴൊക്കെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നതെന്ന് ഒന്ന് വിശദമായിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റിലത്തെ യൂസ് പറഞ്ഞത് തന്നെയാണ്. പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വി ഹാവ് ബീൻ വർക്കിംഗ് ഓൺ ദിസ് പ്രോജക്റ്റ് ഫോർ 6 months. വി ഹാവ് ബീൻ വർക്കിംഗ് ഓൺ ദിസ് പ്രോജക്റ്റ് ഫോർ 6 months. ഓക്കെ, 6 മാസമായിട്ട് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ പ്രൊജക്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവർ ആ പ്രോജക്റ്റ് ചെയ്ത് അവസാനിപ്പിച്ചിട്ടില്ല. 6 മാസം മുമ്പ് തുടങ്ങിയതാണ്, അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, മറ്റൊരു ഉദാഹരണം സീ ലെവൽസ് ഹാവ് ബീൻ റൈസിങ്. സമുദ്രനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സമുദ്രനിരപ്പ് ഉയരുന്നത് നിന്നിട്ടുണ്ടോ? ഇല്ല, ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ സീ ലെവൽസ് എന്നുള്ളതാണ് സബ്ജക്റ്റ്, ഹാവ് ബീൻ ഹെൽപ്പിംഗ് വെർബ്, അതിനുശേഷം റൈസിങ്, റൈസ് എന്ന വെർബിൻ്റെ കൂടെ ING കൂട്ടി റൈസിങ്. ഓക്കെ, അപ്പോൾ സീ ലെവൽസ് ഹാവ് ബീൻ റൈസിങ്. ഇനി അടുത്തൊരു യൂസ് നോക്കാം. പാസ്റ്റിൽ തുടങ്ങിയിട്ടുണ്ട്, എന്നാൽ പ്രസൻറ്റ് ജസ്റ്റ് ഫിനിഷ് ആയിക്കും. ഓക്കെ, അതായത് പാസ്റ്റിൽ തുടങ്ങി ഇപ്പോൾ
ജസ്റ്റ് ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, ഉദാഹരണം നോക്കാം. ഐ ഹാവ് ബീൻ കോളിങ് യു ഫോർ ഹവേഴ്സ്. ഇത് ഞാൻ ഉദാഹരണമായിട്ടൊരു സന്ദർഭം പറഞ്ഞുതരാം. ഞാൻ ഒരാളെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. ഞാനിപ്പോൾ വിളിക്കാൻ നിർത്തി. ആ സമയത്തുണ്ട് അവൻ ഇങ്ങോട്ട് വിളിക്കുന്നത്. അപ്പം ഞാൻ അവനോ പറയണെന്ത്, ഐ ഹാവ് ബീൻ കോളിങ് യു ഫോർ ഹവേഴ്സ്. ഞാൻ നിന്നെ മണിക്കൂറുകളായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ്, ജസ്റ്റ് ഫിനിഷ്ഡ് ആണ് അല്ലേ? ഈ സംഭവം ജസ്റ്റ് ഫിനിഷ്ഡ് ആണ്. പാസ്റ്റിൽ തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, മറ്റൊരു ഉദാഹരണം. വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു. വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു. അതായത് ഞങ്ങൾ ഒരാളെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അയാൾ വന്നു. അപ്പോൾ അയാളോട് നാം പറയുകയാണെന്ത്, വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു. ഞങ്ങൾ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ഇവിടെ അയാൾ വന്നതോടുകൂടി എന്തായി, വെയിറ്റിംഗ് എന്ന ക്രിയ അവസാനിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം വന്നല്ലോ, അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യണ്ടല്ലോ. എന്നാലും നമുക്ക് എന്താക്കാം, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. പാസ്റ്റിൽ തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു, ഇപ്പോൾ നിന്നു, ഇപ്പോൾ അവസാനിച്ചു. ഓക്കെ, വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു. വി സബ്ജക്റ്റ്, ഹാവ് ബീൻ ഹെൽപ്പിംഗ് വേർബ്, വെയിറ്റിംഗ് വെയിറ്റ് എന്ന വേർബിൻ്റെ കൂടെ ING കൂട്ടിയാണ് വെയിറ്റിംഗ്. വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ, ഇനി മറ്റെല്ലാ കണ്ടിന്യൂസ് ടെൻസിൻ്റെ പോലെയും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് ഒരു സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതേതാ? അതെ, സ്റ്റാറ്റീവ് വേർബ്സിൻ്റെ കൂടെ. സ്റ്റാറ്റീവ് വേർബ്സ് എന്താണെന്ന് ഒരുപാട് തവണ പറഞ്ഞതാണ്, ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. അതിനെക്കുറിച്ച് അറിയാത്തവർ മുമ്പെടുത്ത ഏതെങ്കിലും കണ്ടിന്യൂസ് ടെൻസ് പോയി കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റീവ് വേർബ്സ് വരുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന്, ഹി ഹാസ് ബീൻ ലൈക്കിംഗ് ദിസ് ബുക്ക് ആൾ ഈസ് ലൈഫ്. ഇവിടെ യൂസ് ചെയ്ത ലൈക്കിംഗ് എന്ന വേർബ്, അങ്ങനെ ഒരു വേർബ് ഇല്ല. അതായത് ലൈക്ക് എന്ന വേർബിൻ്റെ കൂടെ ING കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ സ്റ്റാറ്റീവ് വേർബ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതിനെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആക്കി മാറ്റും. സ്റ്റാറ്റീവ് വേർബ്സിൻ്റെ കൂടെ ING ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ സെൻറ്റൻസിനെ നാം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറയാം. ഹി ഹാസ് ലൈക്ഡ് ദിസ് ബുക്ക് ആൾ ഈസ് ലൈഫ്. ഓക്കെ, ഇവിടെ ഹി സബ്ജക്റ്റ്, ഹാസ് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ഹെൽപ്പിംഗ് വേർബ്, ലൈക്ഡ് എന്നത് ലൈക്ക് എന്ന വേർബിൻ്റെ V3 ഫോമാണ് ലൈക്ഡ്. ഓക്കെ, ഹി ഹാസ് ലൈക്ഡ് ദിസ് ബുക്ക് ആൾ ഈസ് ലൈഫ്. അപ്പോൾ ശ്രദ്ധിക്കുക, സ്റ്റാറ്റീവ് വേർബ് ആണെങ്കിൽ ING കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതേണ്ടത് നാം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് എഴുതുക. ഓക്കെ, നമുക്ക് അഫർമേറ്റീവ്, നെഗറ്റീവ്, ഇൻ്റർഗേറ്റീവ് സെൻറ്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അഫർമേറ്റീവ് സെൻറ്റൻസിന് ഉദാഹരണമാണ് ഹി ഹാസ് ബീൻ വർക്കിംഗ്. ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഹാവ് ബീനോ അല്ലെങ്കിൽ ഹാസ് ബീനോ, അതിനുശേഷം വേർബ് പ്ലസ് ING. എല്ലാ കണ്ടിന്യൂസ് ടെൻസിലും വേർബിൻ്റെ കൂടെ ING ഉണ്ടാവും. ഓക്കെ, അപ്പം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ അഫർമേറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഹാവ് ബീനോ ഹാസ് ബീനോ, അതിനുശേഷം വേർബ് പ്ലസ് ING. ഓക്കെ, ഉദാഹരണം, ഐ ഹാവ് ബീൻ വർക്കിംഗ്, അല്ലെങ്കിൽ ഹി ഹാസ് ബീൻ വർക്കിംഗ്, ഷീ ഹാസ് ബീൻ വർക്കിംഗ്. ഓക്കെ, ഇനി ആ സെൻറ്റൻസ് നെഗറ്റീവ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നെഗറ്റീവ് ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണത്തിന് ഹി ഹാസ് ബീൻ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിനെ നെഗറ്റീവ് ആക്കുക എന്ന് പറഞ്ഞാൽ അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ല എന്ന അർത്ഥം വരികയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് ചെയ്യേണ്ടത് സെൻറ്റൻസിൽ ഒരു നോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. എവിടെയാണ് നോട്ട് ആഡ് ചെയ്യേണ്ടത്? ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഹാവോ ഹാസോ, അതിനുശേഷം നോട്ട്, അതിനുശേഷമാണ് ബീന്. ഓക്കെ, അഫർമേറ്റീവ് നാം പറഞ്ഞു ഹാവ് ബീനോ ഹാസ് ബീനോ, ഹാവും ബീനോ ഒന്നിച്ചാൽ വരിക എന്ന് പറഞ്ഞു. പക്ഷേ നോട്ട് ചേർക്കുകയാണെങ്കിൽ ഹാവ് കഴിഞ്ഞിട്ട് നോട്ട് ചേർത്തിട്ടാണ് ബീന് ചേർക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഹാസ് കഴിഞ്ഞിട്ട് നോട്ട് ചേർത്തിട്ടാണ് ബീൻ ചേർക്കേണ്ടത്. ഉദാഹരണം, ഹി ഹാസ് നോട്ട് ബീൻ വർക്കിംഗ്, ഹി ഹാസ് നോട്ട് ബീൻ വർക്കിംഗ്. ഹാസും ഹാസ് പ്ലസ് നോട്ടിനെ നമുക്ക് ഹാസിൻറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഹാസിൻറ്റ് ബീൻ വർക്കിംഗ്. ഐ ഹാവ് നോട്ട് ബീൻ വർക്കിംഗ്, ഹാവ് പ്ലസ് നോട്ട് ഹാവിൻ്റ് ആണ്. സോ ഐ ഹാവിൻറ്റ് വർക്കിംഗ്. ഓക്കെ, ഇനി സെൻറ്റൻസിനെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആക്കാൻ. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം പോലെ ആക്കാൻ എന്താ ചെയ്യേണ്ടത്? നാം ഇതുവരെ പഠിച്ചതുപോലെ തന്നെ ആദ്യം ഹെൽപ്പിംഗ് വെർബിനെ വെക്കണം. അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്ലി ഹെൽപ്പിംഗ് വെർബ് ഏതാ? ഹാവും ഹാസും ആണല്ലേ. അപ്പോൾ ഹാവിനെ
അല്ലെങ്കിൽ ഹാസിനെ ഏറ്റവും തുടക്കത്തിൽ വെക്കുക, അതിനുശേഷം സബ്ജക്റ്റ്, അതിനുശേഷം ബീന്. ഓക്കെ, മറക്കരുത്. ആദ്യം ഹാവോ ഹാസോ, അതിനുശേഷം സബ്ജക്റ്റ്, അതിനുശേഷമാണ് ബീന്. ഓക്കെ, അതിനുശേഷം വേർബ് പ്ലസ് ING. ഉദാഹരണം, ഹാവ് ഐ ബീൻ വർക്കിംഗ്. ഹാവ് ഐ ബീൻ വർക്കിംഗ്. ഹാസ് ഹീ ബീൻ വർക്കിംഗ്. അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ചോദ്യമാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഹീ ആയപ്പോൾ, സബ്ജക്റ്റ് ഹീ ആയപ്പോൾ ഹെൽപ്പിംഗ് വെർബ് ഹാസ് ആണ്. അപ്പോൾ തുടക്കത്തിൽ ഹാസ് ആണ് ചേർക്കേണ്ടത്. ഹാസ് ഹീ ബീൻ വർക്കിംഗ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്യണം. എന്താക്കിയാൽ മതി? ഈ ഹെൽപ്പിംഗ് വേർബിൻ്റെ മുമ്പിൽ ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ വേർഡ് എന്താണെന്ന് നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. വേർ, വൈ, വാട്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വേർഡ്സ്. അപ്പോൾ ഉദാഹരണത്തിന് വേർ ഹാസ് ഹീ ബീൻ വർക്കിംഗ്. ആദ്യം ചോദ്യവാക്ക് വേർ, അതിനുശേഷം ഹെൽപ്പിംഗ് വേർബായ ഹാസ്, കാരണം ഹീ ആണ് സബ്ജക്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഹാസ് ആണ്. അതിനുശേഷം സബ്ജക്റ്റായ ഹീ, അതിനുശേഷം ബീന്, അതിനുശേഷം വർക്കിംഗ് എന്ന വേർബ്. വർക്ക് പ്ലസ് ING. ഓക്കെ, അത്രയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ സിമ്പിളാണ്, വലിയ ഇടങ്ങേറൊന്നുമില്ല. പാസ്റ്റിൽ നടന്നൊരു കാര്യം കണ്ടിന്യൂസ് ആയിക്കൊണ്ട് പ്രസൻറ്റിലും നടക്കുമ്പോൾ ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞിരുന്നു, ഐ ഹാവ് ബീൻ കുക്കിംഗ് ഡിന്നർ. ഞാൻ ഡിന്നർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുക്ക് ചെയ്യാൻ പാസ്റ്റിലാണ് തുടങ്ങിയത്, അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുക്കിംഗ് എന്ന ആക്ടിവിറ്റി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളതിനെ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്കി മാറ്റാം. അപ്പോൾ ആദ്യത്തെ ദേ വാച്ച്. ഇതെങ്ങനെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്കുക? സിമ്പിളാണ് അല്ലേ? ആദ്യം സബ്ജക്റ്റ് വേണം. സബ്ജക്റ്റ് ഏതാ? ദേ, അവർ. ദേ സബ്ജക്റ്റ്. ഇനി ഹാവ് ബീനോ ഹാസ് ബീനോ വേണം. ദേ എന്നുള്ളത് പ്ലൂരൽ പ്രൊനൗണാണ്. അവർ എന്നാണല്ലോ, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഏതാ ചേർക്കുക? ഹാവ് ബീനാണ്. ഓക്കെ, ദേ ഹാവ് ബീൻ. വാച്ച് എന്നത് വെർബാണ്. അതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആക്കുമ്പോൾ വെർബിൻ്റെ കൂടെ ING കൂട്ടണം. സോ വാച്ചിങ്. ദേ ഹാവ് ബീൻ വാച്ചിങ്. ദേ ഹാവ് ബീൻ വാച്ചിങ്. ഇനി ഈ സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കുകയാണെങ്കിലോ? ദേ ഹാവ് നോട്ട് ബീൻ വാച്ചിങ്. ഹാവ് നോട്ട് ഒന്നിച്ച് ഹാവിൻ്റെ എന്ന് പറയാം. സോ ദേ ഹാവിൻറ്റ് ബീൻ വാച്ചിങ്. ഓക്കെ, ഇൻറ്റർഗേറ്റീവ് സെൻറ്റൻസ് ആക്കുകയാണെങ്കിലോ? ആദ്യം ഹാവ് വെക്കണം, എന്നിട്ട് സബ്ജക്റ്റ്, എന്നിട്ട് ബീന്, എന്നിട്ട് വാച്ചിങ്. അപ്പോൾ ഹാവ് ദേ ബീൻ വാച്ചിങ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഹീ സ്ലീപ്സ്. അതങ്ങനെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആക്കുക. സബ്ജക്റ്റ് ഹീ സിംഗുലർ പ്രൊനൗണാണ്. ഈൻ്റെ കൂടെ ഹാസ് ആണ്. സോ ഹീ ഹാസ് ബീൻ സ്ലീപ്പിംഗ്. സ്ലീപ്പ് പ്ലസ് ING. ഹീ ഹാസ് ബീൻ സ്ലീപ്പിംഗ്. നെഗറ്റീവ് ആക്കുമ്പോൾ ഹീ ഹാസിൻറ്റ് ബീൻ സ്ലീപ്പിംഗ്. ഇൻട്രോഗേറ്റീവ് ആക്കുമ്പോൾ ഹാസ് ഹീ ബീൻ സ്ലീപ്പിംഗ്. ഓക്കെ, അടുത്ത് നോക്കാം. ദേ ഗോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതെ, ദേൻ്റെ കൂടെ ഹാവ് ആണ്. ദേ ഹാവ് ബീൻ ഗോ പ്ലസ് ING ഗോയിങ്. ദേ ഹാവ് ബീൻ ഗോയിങ്. നെഗറ്റീവ് ആക്കുമ്പോൾ ദേ ഹാവിൻറ്റ് ബീൻ ഗോയിങ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആക്കുമ്പോൾ ഹാവ് ദേ ബീൻ ഗോയിങ്. ഓക്കെ, വളരെ സിമ്പിളാണ്. നിങ്ങൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ യൂസ് മനസ്സിലാക്കിയതിന് ശേഷം എങ്ങനെയാണ് അഫർമേറ്റീവും നെഗറ്റീവും ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസും ഉണ്ടാക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കിയാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പൂർണ്ണമായി പഠിച്ചെന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരുപാട് സെൻറ്റൻസുകൾ നിർമ്മിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ചെയ്തു വരുന്ന കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാക്കി പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. കുറച്ച് മുമ്പേ പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും പ്രസൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തെന്ന് പറയാം? ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ സം ടൈം. യു ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്. അല്ലെങ്കിൽ ഹീ ഹാസ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ഫോർ സം ടൈം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാക്കി പ്രാക്ടീസ് ചെയ്താൽ പെട്ടെന്ന് പഠിക്കാൻ കഴിയും. ഓക്കെ, ഫൈസ് ഔട്ട്.